സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന ഇതാണ്. വർഷങ്ങളായി നിങ്ങൾ ദൈവസന്നിധിയിൽ കടന്നു വരുന്നു, പ്രാർത്ഥിക്കുന്നു, ഉപവസിക്കുന്നു, ജാഗരിക്കുന്നു. എന്നാൽ പലപ്പോഴും ചില വിഷയങ്ങളുടെ മേൽ മറുപടി ലഭിക്കാതെ നിരാശയിൽ വളരെ വേദനയിലായിരിക്കുന്ന ചില വ്യക്തി ജീവിതങ്ങളുണ്ട് ഇതിനകത്ത്. എന്നാൽ നിങ്ങൾ പലതും തിരക്കുക, എന്തുകൊണ്ട് ഇതിങ്ങനെ സംഭവിക്കുന്നു, ഞാൻ എന്താ ഇനിയും ചെയ്യേണ്ടത്? പ്രാർത്ഥിക്കാൻ എല്ലാവരും പറയുന്നുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ചർച്ചിൽ പോകുന്നുണ്ട്, ഉപവസിക്കാൻ പറയുമ്പോൾ ഉപവസിക്കുന്നുണ്ട്. ഞാൻ ചർച്ചിൽ ദശാംശം കൊടുക്കുന്നുണ്ട്. എന്റെ തലമുറയ്ക്ക് വേണ്ടി ഉപവസിക്കുന്നുണ്ട്, ഞാൻ എല്ലാം ചെയ്യുന്നുണ്ട്. എന്നാൽ എന്തുകൊണ്ട് എന്റെ ശരീരത്തിന്റെ വിഷയങ്ങളുടെ മേൽ, എന്റെ രോഗത്തിന്റെ മേൽ, അല്ലെങ്കിൽ എന്റെ തലമുറയുടെ വിഷയങ്ങളുടെ മേൽ, എന്റെ ആത്മീക ജീവിത മേഖലകളിൽ, എന്റെ ശുശ്രൂഷ മേഖലകളിൽ ഒരു ഡെലിവറൻസ് നടക്കുന്നില്ല, ഒരു പൂർണ്ണമായ ഒരു വിടുതൽ നടക്കുന്നില്ല? പരിശുദ്ധാത്മാവ് പറയുന്ന ഇതാണ്, കാരണക്കാർ നമ്മൾ തന്നെ. നമ്മൾ ഓർക്കുന്ന ഒരു കാര്യമുണ്ട്, ചിലത് ശത്രുവിന്റെ പോരാട്ടമുണ്ട്. 100% അത് സത്യമാണ്. കാരണം ബൈബിളിൽ അത് പറയുന്നുണ്ട്, നിങ്ങൾക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടുമാണ്. നമ്മൾക്ക് ഓരോ ദിവസവും പോരാട്ടമുണ്ട്. ഈ പോരാട്ടങ്ങളെ അതിജീവിച്ചാണ് ഒരു ദൈവ പൈതൽ ജീവിക്കുന്നത്. എന്നാൽ ചില ബന്ധനങ്ങൾ, ചില പോരുകൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നതിന് കാരണക്കാർ നമ്മൾ തന്നെ. അതിൽ ഏറ്റവും ദോഷം വരുത്തുന്ന കാര്യമാണ് നമ്മുടെ നാവ്. നാവ് ചെറിയൊരു അവയവമാണ്, എന്നാൽ അതിന് വലിയൊരു കാട് കത്തിക്കത്തക്ക രീതിയിലുള്ള പവറുണ്ട്. ആകയാൽ ഇതെങ്ങനെയാ നമുക്ക് തന്നെ ദോഷം വരുത്തുന്നത്? നമുക്ക് തന്നെ എങ്ങനെയാ ഇതിൽ നിന്നൊരു ദോഷം സംഭവിക്കുന്നത്? ഇതിങ്ങനെയാണ് ദൈവവചനം പറയുന്നത്, ദൈവത്തിന് നേർച്ച നേർന്നാൽ കഴിപ്പാൻ താമസിക്കരുത്, മൂഢന്മാരിൽ അവന് പ്രസാദമില്ല. നിങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ അറിയാം, നിങ്ങൾ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിലേക്ക് ഇറങ്ങിയ കാലഘട്ടത്തിൽ ദൈവസന്നിധിയിൽ എടുത്ത ഒരുപാട് തീരുമാനങ്ങളുണ്ട്. അതിലാദ്യം എടുക്കുന്ന ദൈവപൈതൽ എടുക്കുന്ന തീരുമാനമാണ്, ഞാൻ അന്ത്യത്തോളം വിശ്വസ്തയായിരിക്കാം. ആ തീരുമാനം എവിടെ വെച്ച് എടുക്കുന്നറിയോ? സ്നാനക്കുളത്തിൽ. സ്നാനക്കുളത്തിൽ നിന്ന് സ്നാപകൻ നമ്മളെ മുക്കി എടുക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ജീവപര്യന്തം വിശ്വസ്തയായിരിക്കുക, എന്നാൽ നീ ജീവകിരീടം പ്രാപിക്കും എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, യെസ്, ആമേൻ, അല്ലേ? നമ്മൾ ആദ്യം എടുക്കുന്ന ഒരു തീരുമാനമാണ്, നമ്മൾ എടുത്തു, നമ്മുടെ ജീവിതം തുടങ്ങുകയാണ്. എന്നാൽ ആത്മീയ ജീവിതത്തിന്റെ ദിവസങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പല തീരുമാനങ്ങൾ നമ്മൾ ദൈവസന്നിധിയിൽ എടുക്കും. കർത്താവേ, ഞാൻ മറ്റുള്ളവരോട് സുവിശേഷം പറഞ്ഞോളാം. ഏതാ ഞാൻ പറഞ്ഞേ? നമ്മൾ വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ ഉള്ള ഒരു ആവലുണ്ടല്ലോ, നമുക്കൊരു ഭയങ്കര ഒരു ആഗ്രഹമാണ്, എനിക്ക് ഇനി അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല, എനിക്ക് കർത്താവിനെ കുറിച്ച് പറയണം, എനിക്ക് സുവിശേഷം പറയണം, ഞാൻ ട്രാക്റ്റുമായിട്ട് വീടുകളിൽ പോകും, ഞാൻ അത് ചെയ്തോളാം, ഞാൻ എല്ലാവരോടും ജോലി സ്ഥലത്ത് പോയാൽ ഞാൻ സുവിശേഷം പറഞ്ഞോളാം. ചിലരുണ്ട് രോഗികളായി കിടക്കുമ്പോൾ അവർ ദൈവസന്നിധി തീരുമാനം എടുക്കും, കർത്താവ് ഈ രോഗത്തിൽ നിന്ന് എനിക്ക് വിടുതൽ തന്നാൽ ഞാൻ കർത്താവിന് വേണ്ടി ഇത് ചെയ്തോളാം, അത് ചെയ്തോളാം. എന്നാൽ കാലക്രമേണ പല തീരുമാനങ്ങളും നമ്മൾ മറക്കുവാനിടയായിത്തീരും. നമ്മൾ അതിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കത്തില്ല. കാര്യസാധ്യത്തിന് വേണ്ടി തീരുമാനം എടുക്കുന്നവരുണ്ട്. കാര്യസാധ്യം പെട്ടെന്ന് തലമുറയ്ക്ക് ഒരു വിഷയം വന്നു. ഞാൻ ഇന്നലെയും ഒരു സിസ്റ്ററുമായിട്ട് സംസാരിച്ച സിസ്റ്റർ പറഞ്ഞൊരു കാര്യമുണ്ട്. മോൻ ഒരു വലിയ ആക്സിഡന്റ് ഉണ്ടായി. ആക്സിഡന്റ് ഉണ്ടായപ്പോൾ ആ സിസ്റ്റർ ദൈവത്തിന്റെ ഒരു തീരുമാനം എടുത്തു, ദൈവമേ എന്റെ മോനെ ഈ അപകടത്തിൽ നിന്ന്, കാരണം ഡോക്ടേഴ്സ് പറഞ്ഞു കിട്ടാൻ ചാൻസ് ഇല്ല, പെട്ടെന്ന് എടുത്ത തീരുമാനം, ഞാൻ അവനെ ദൈവമേ ജീവനോടെ തിരിച്ചു തന്ന് ഞാൻ അവനെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുത്തോളാം. എന്നാൽ ആന്റി എന്നോട് സംസാരിച്ചപ്പോ പറഞ്ഞത്, മോളെ ഞാൻ ദൈവസന്നിധി തീരുമാനം എടുത്ത, എന്നാൽ അവൻ ദൈവസഭയിൽ പോലും വരുന്നില്ല, എനിക്ക് വലിയ വിഷമമുണ്ട് അത് ഓർക്കുമ്പോൾ. അപ്പോൾ ചില തീരുമാനങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ അതിന്റെ രീതിയിൽ കാണാതെ വരുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം. അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? ചില തീരുമാനങ്ങൾ നമ്മൾ എടുത്തു, പക്ഷെ അത് മറന്നു പോകുക. ചിലരെടുക്കുന്ന തീരുമാനമുണ്ട്, ഞാൻ 1 മണിക്കൂർ ദൈവസന്നിധി പ്രാർത്ഥിച്ചോളാം, ഞാൻ ദശാംശം കറക്റ്റായിട്ട് കൊടുത്തോളാം, എനിക്ക് ദൈവം നല്ലൊരു ജോലി തന്നാൽ അതിന്റെ ദശാംശം കറക്റ്റായിട്ട് ദൈവത്തിന് കൊടുത്തോളാം, അല്ലെങ്കിൽ ദൈവം എനിക്ക് നല്ലൊരു ഭവനം നൽകി തന്നാൽ ആ ഭവനത്തിൽ ഞാനൊരു പ്രാർത്ഥന നടത്തിക്കോളാം, എന്റെ തലമുറയുടെ വിവാഹത്തിന് മേൽ ഒരു വിടുതൽ തന്നാൽ ഞാൻ ഇത്ര ദിവസം ഉപസിച്ചോളാം അല്ലെങ്കിൽ പ്രാർത്ഥിച്ചോളാം. ഇതുപോലെ നമ്മൾ അനേകം തീരുമാനങ്ങൾ ദൈവസന്നിധിയിൽ എടുക്കും. എന്നാൽ ഇവിടെ ഇങ്ങനെയാണ് പറയുന്നത്, പലരും ആ തീരുമാനങ്ങളെ മറന്ന് അതിന്റെ കാലക്രമേണ ജീവിതത്തിന്റെ ബിസി സ്കെഡ്യൂളിൽ അതൊക്കെ മറന്നിട്ട് നമ്മൾ നമ്മുടെ ഇഷ്ടപ്രകാരം ആ കാര്യങ്ങൾ നമ്മൾ കൊണ്ടുപോകാൻ നോക്കും. പക്ഷെ അവിടെ സംഭവിക്കുന്ന എന്താണെന്നറിയാമോ? അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, നിന്റെ വാ നിന്റെ ദേഹത്തിന് പാപകാരണമാകരുത്. മനസ്സിലായോ? നമ്മുടെ ജീവിതത്തിൽ തീരുമാനങ്ങൾ, നമുക്ക് മനുഷ്യരോട് പറയുന്ന തീരുമാനങ്ങൾ അല്ലെങ്കിൽ വാക്ക് നമുക്ക് മാറ്റുന്നവരാ കൂടുതൽ. എന്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്, ചില കാര്യങ്ങൾ പറയും, പക്ഷെ അത് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരും. അപ്പൊ നമ്മൾ പറയും, സോറി കേട്ടോ, പറ്റിപ്പോയതാ കേട്ടോ, അല്ലെങ്കിൽ നമ്മളത് പറഞ്ഞ് നമ്മളതങ്ങ് വിടും. എന്നാൽ നമ്മളത് ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സോറി പറഞ്ഞല്ലോ, ഒന്ന് വിട്ടേക്കാം. എന്നാൽ ഇവിടെ പറയുന്നത്,
ദൈവത്തോട് പറയുന്ന നേർച്ചകൾ, ദൈവത്തോട് പറയുന്ന വാക്കിനെ നിസ്സാരമായി എടുക്കരുത്. നമ്മൾക്കൊക്കെ ഉള്ളൊരു ചിന്തയുണ്ട്, കർത്താവ് ഭയങ്കര ദയാലുവാണ്, കർത്താവ്, നമ്മൾ പറയുന്നത് തന്നെ കർത്താവ് മഹാകൃപാലുവായ ദൈവം. നമ്മൾ കൃപായുഗത്തിലാണ് താമസിക്കുന്നത്. കർത്താവിന് കൃപയുണ്ട്, 100% കൃപയുള്ളവൻ. പക്ഷേ വാക്ക് പറഞ്ഞാൽ പാലിക്കുന്നവനാ നമ്മുടെ കർത്താവ്, ഇല്ലേ? നമ്മളോട് പറഞ്ഞ എത്രയോ വാക്കുകൾ കർത്താവ് പാലിച്ചിരിക്കുന്നു. എന്നാൽ നമ്മൾ ദൈവസന്നിധിയിൽ പലപ്പോഴും വ്യഗ്രതയുള്ളവർ. എസ്പെഷ്യലി സാക്ഷ്യത്തിനൊക്കെ ചർച്ചകളിൽ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് പറഞ്ഞ സാക്ഷിയൊക്കെ ഓർമ്മയുണ്ടോ? പ്രത്യേകിച്ച് ആണ്ടർ നിയോഗത്തിന്റെ സമയത്ത് പറഞ്ഞ സാക്ഷി എത്ര പേര് ഓർക്കുന്നുണ്ട്? കഴിഞ്ഞ ഒരു വർഷം മൊത്തം ദൈവം തന്നു, എന്നാൽ ദൈവസന്നിധിയിൽ ഒരുപാട് തീരുമാനങ്ങൾ എടുത്തു, അതിലൊന്നും എനിക്ക് മുന്നേറുവാൻ കഴിഞ്ഞില്ല. എന്നാൽ ഈ ഒരു വർഷം കർത്താവ് തരുന്നതിൽ ആ തീരുമാനം എല്ലാം ഞാൻ തിരിച്ചെടുത്ത് ഞാൻ അത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ആദ്യത്തെ ഒരാഴ്ച പോവും, ജാനുവരി കഴിഞ്ഞ് ഫെബ്രുവരി ആകുമ്പോൾ വീണ്ടും പഴയതുപോലെ. എന്നാൽ പരിശുദ്ധാത്മാവ് ഇന്ന് ചിലരോട് പറയുന്ന ഒരു കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന സാഹചര്യം, അത് നിങ്ങളുടെ രോഗാവസ്ഥയാകാം, കുടുംബത്തിന്റെ അവസ്ഥയാകാം, നിങ്ങൾ ഇന്ന് തിരിച്ച് ചിന്തിക്കണം, എന്തെങ്കിലും തീരുമാനം ദൈവസന്നിധിയിൽ എടുത്തിട്ട് പെൻഡിങ് ആണോ? പെൻഡിങ് ആണെങ്കിൽ എന്താ ദോഷം എന്ന് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞു എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല. കർത്താവ് പറയുന്ന ഒരു കാര്യം, ഇനി മേലാൽ പറയരുത് ദൈവസന്നിധി തീരുമാനങ്ങൾ. മനസ്സിലായോ? അതിന്റെ റീസൺ എവിടെ തന്നെ പറയുന്നുണ്ട്. കാരണം നമ്മളത് വായിക്കുമ്പോ പറയുന്ന ഒരു കാര്യം, ദൈവത്തിന് നേർച്ച നേർന്നാൽ കഴിപ്പാൻ താമസിക്കരുത്, മൂഢന്മാരിൽ അവന് പ്രസാദമില്ല. നീ നേർന്നത് കഴിക്കാം, നേർന്നിട്ട് കഴിക്കാതിരിക്കുന്നതിനേക്കാൾ നേരാതിരിക്കുന്നത് നല്ലത്. ദൈവവചനം പറയുന്ന കാര്യമാണ്. എന്നാൽ ചില വ്യക്തികളുണ്ട്, അവർക്ക് എപ്പോഴും ഇഷ്ടം ഇങ്ങനെ നേരാൻ. കർത്താവേ ഉറപ്പായിട്ട് ഞാൻ ഇത് ചെയ്തോളാം, അപ്പ ജോലി കിട്ടിയാൽ ഞാൻ ഉറപ്പായിട്ട് ഇത് ചെയ്തോളാം. എനിക്കറിയത്തില്ല, ഞാൻ ഇന്ന് രാവിലെ ഈ വചനം അല്ല പറയാൻ, ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, വേറൊരു വചനം ഇങ്ങനെ പരിശുദ്ധാത്മാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പരിശുദ്ധാത്മ വിലക്കിന്നോ ഇത് തന്നെ നീ പറയണം. ഞാൻ പറഞ്ഞു, കർത്താവെ ഇത് പറയുക എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞ പോലെ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു ഉപവാസ പ്രാർത്ഥന അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയ്ക്കൊക്കെ ഇരിക്കുമ്പോൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൂതല്ല. കർത്താവ് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ ആരുടെയും മുഖം നോക്കണ്ട, നീ ദൂത് പറയണം. അതിനകത്ത് ചിലർക്ക് ഇന്ന് വിടുതലാ, ചിലർ ഇത് മറഞ്ഞു കിടക്കുന്നു. അവർ പല കാര്യങ്ങൾ തപ്പുക, എന്തുകൊണ്ട് ഈ വിഷയത്തിന് മറുപടി ഇല്ല, അതിന്റെ മൂല കാരണം ഇതാ, ഇത് റെഡി ആയാൽ ബാക്കിയെല്ലാം റെഡിയാ. മനസ്സിലാവുന്നുണ്ടോ? പരിശുദ്ധാത്മാവിനോട് പറഞ്ഞ ചില നേർച്ചകളുണ്ട്, മനസ്സിലാവുന്നുണ്ടോ? കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ ഇരുന്നപ്പോൾ എടുത്ത അനേക തീരുമാനങ്ങളുണ്ട്. എന്നാൽ ഈ തീരുമാനമൊക്കെ എടുത്തു, എന്നാൽ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള കാലഗതികൾ വന്നപ്പോൾ, ജോലി കിട്ടി, അല്ലെങ്കിൽ തലമുറയുടെ വിവാഹം കഴിഞ്ഞു, പല കാര്യങ്ങൾ മുന്നിൽ ദൈവം ചെയ്തു തന്നപ്പോൾ, ആ തീരുമാനത്തിന്റെ മുമ്പിൽ ചെയ്തു തന്നപ്പോൾ പലതും നമ്മൾ നെഗ്ലക്ട് ചെയ്തു. എന്നാൽ സംഭവിക്കുന്നത്, അവിടെ എഴുതിയിരിക്കുന്ന എന്നെ ഭയപ്പെടുത്തിയ വചനം ഇത്, വാക്കിതാണ്, നിന്റെ ദേഹത്തിന് പാപകാരണമാകരുത്, അബദ്ധവശാൽ വന്നു പോയെന്ന് നീ ദൂതന്റെ സന്നിധിയിൽ പറയുകയും വരുത്. അത് കഴിഞ്ഞുള്ള വാക്യം, ദൈവം നിന്റെ വാക്ക് നിമിത്തം കോപിച്ച് നിന്റെ കൈകളുടെ പ്രവൃത്തിയെ നശിപ്പിക്കുന്നത് എന്തിന്? അപ്പൊ നിങ്ങളുടെ ചോദ്യം, നമ്മളൊക്കെ ചിന്തിക്കുന്ന പിശാചും പിന്നെ നമ്മുടെ ചുറ്റുമുള്ള അയലക്കംകാരും വീട്ടുകാരും ഒക്കെ ഗൂഢോത്രമൊക്കെ ചെയ്ത് നമ്മുടെ കൈകളുടെ പ്രവൃത്തിയെ നശിപ്പിക്കുന്നതല്ല, ദൈവവും നശിപ്പിക്കും. മനസ്സിലാവുന്നുണ്ട്? ഞാൻ ദൈവവചനത്തിൽ നിന്ന് പറയുക, ദൈവം നമ്മുടെ കൈകളുടെ പ്രവൃത്തിയെ നശിപ്പിക്കുമോ? നശിപ്പിക്കും. ചില വിഷയങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ, എൻ്റെ ജീവിതത്തിൽ അത് സംഭവിച്ചിട്ടുണ്ട്. ചില വ്യക്തികൾ ചില വിഷയങ്ങൾ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ, അതിനുവേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നെ വിലക്കിയിട്ടുണ്ട്, പ്രാർത്ഥിക്കരുതെന്ന്. അപ്പൊ ഞാൻ ഓർത്തിട്ടത്, ഇത് എന്തുകൊണ്ടാ കർത്താവേ, അവർ വേദനയോടെ ചിലപ്പോൾ പ്രാർത്ഥിക്കാൻ പറയുന്നത്, പ്രാർത്ഥിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കിയിട്ടുണ്ട്. ഞാൻ അപ്പൊ ഓർത്തിട്ടുണ്ട്, എന്തുകൊണ്ട് ഈ വിലക്ക് നോ പറയുന്നു? ഏറ്റെടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ. അപ്പൊ കർത്താവ് എന്നോട് സംസാരിച്ച ഒരു വിഷയമാണ്, അവരുടെ ജീവിതത്തിന് ദൈവം തന്നെ അവരുടെ ആ പ്രവൃത്തി എന്ത് ചെയ്തേക്കുവോ? ബ്ലോക്ക് ചെയ്തേക്കുവോ? അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചാലോ, അല്ലെങ്കിൽ ലോകത്തിലെ ഏത് വലിയ ദൈവദാസന്മാർ കൃപയുള്ളവരും പ്രാർത്ഥിച്ചാലും മാറുമോ? ദൈവത്തിന്റെ കൈ ഭാരമായിരിക്കുന്ന ഒരു വിഷയത്തെ ഏതൊരു മനുഷ്യനും പ്രാർത്ഥിച്ചാൽ നന്നാക്കാൻ പറ്റത്തില്ല. ഏത് ചർച്ചിൽ പോയാലും മാറത്തില്ല, ഏത് വലിയ സഭയിൽ പോയാലും മാറത്തില്ല, ഏത് വലിയ കർത്താവിന്റെ ദാസിമാരോ ചുറ്റും ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മാറത്തില്ല, 40 ദിവസം ഇരുന്നാൽ മാറത്തില്ല. അതിനകത്ത് ദൈവവും നീയുമായിട്ടുള്ള ഇടപെടൽ നടക്കണം. ദൈവസന്നിധിയിൽ മടങ്ങിച്ചെന്ന് ദൈവത്തോട് ചോദിക്കണം, എവിടെയാണ് അങ്ങയുടെ കൈ എൻ്റെ മേൽ ഭാരമായി വരുവാൻ, അല്ലെങ്കിൽ എൻ്റെ തലമുറയുടെ വിഷയത്തിൽ ഭാരമായി വരുവാൻ, എൻ്റെ കുടുംബജീവിതത്തിൽ ഭാരമായി വരുവാൻ എന്താണ് കാരണമായി തീർന്നത്? മനസ്സിലാവുന്നുണ്ടോ? ദൈവസന്നിധിയിൽ എടുത്ത തീരുമാനത്തിൽ നിന്ന് മാറിപ്പോയവരുടെ അടുക്കലേക്ക് ദൈവത്താൽ അയച്ച ദുരാത്മാവ് വന്ന് നമ്മൾ ദൈവവചനത്തിൽ വായിച്ചിട്ടുണ്ട്. അതിലൊരു ഉദാഹരണം ശൗല്.
അവൻ ദൈവസന്നിധിയിൽ തീരുമാനമെടുത്ത് ദൈവം കൊടുത്ത ശമൂവേലിൽ കൂടെ ദൈവാത്മാവ് അറിയിച്ച ദൂതിനെ ഏറ്റെടുത്ത് ഇസ്രായേലിന്റെ രാജ്യത്വം ഏറ്റെടുക്കുമ്പോൾ അവൻ പറയുന്ന ഒരു രാജാവ് എന്നുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ അവൻ ദൈവസന്നിധിയിൽ എടുത്തൊരു തീരുമാനമുണ്ട്. എന്ത്? ദൈവം പറയുന്നത് പോലെ അനുസരിച്ചോളാമെന്ന്. അത് വാക്കാൽ രാജാവ് പറയുന്ന ഒരു കാര്യമാണ്. എന്നാൽ സംഭവിച്ചത് എന്താ? ദൈവത്തോട് പറഞ്ഞ വാക്ക്, ദൈവം പറഞ്ഞ വാക്ക് അനുസരിക്കാതെ അവൻ സ്വയമായി ചെയ്ത ചില വാക്കുകൾ, സ്വയമായി എടുത്ത ചില തീരുമാനങ്ങൾ, സ്വയമായി ചെയ്തു കൂട്ടിയ പല കാര്യങ്ങളാൽ അവന്റെ മേൽ പകർന്ന അഭിഷേകം പോലും അവന് നഷ്ടപ്പെട്ടു. പിന്നീട് ദൈവം അയച്ചിട്ടൊരു ദുരാത്മാവ് അവന്റെ മേൽ വന്നു. അവന്റെ അധപ്പതനം എങ്ങനെയെന്ന് നമുക്ക് കാണാം. എന്നാൽ എടുത്ത തീരുമാനത്തിൽ പ്രതിഷ്ഠയിൽ നിൽക്കുന്ന ദൈവ പൈതലിന് വരുന്ന അനുഗ്രഹവും നമുക്ക് വചനത്തിൽ നിന്ന് കാണാം. അതിന് ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ഹന്ന. അവൾ ദൈവസന്നിധിയിൽ ഒരു നേർച്ച നേർന്നു. എനിക്കൊരു മകനെ തന്നാൽ ഞാൻ അവനെ ദൈവത്തിന് കൊടുത്തോളാം. ഞാൻ ചിന്തിക്കാറുണ്ട്, ഞാൻ ഒരു അമ്മയായപ്പോഴാണ് എനിക്ക് എന്റെ മഹത്വം മനസ്സിലാവുന്നത്, അല്ലെങ്കിൽ ആ ഒരു അമ്മമാരുടെ വേദന അല്ലെങ്കിൽ ഒരു ഫീലിംഗ് മനസ്സിലാവുന്നത്. കർത്താവ് എനിക്കൊരു തലമുറയെ തന്നാൽ, ആ പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ കൊതിച്ച് ഒരു തലമുറയെ തന്നാൽ എങ്ങനെയാണ് ആ തലമുറയെ കർത്താവിലേക്ക് കൊടുക്കുന്നത് അല്ലെങ്കിൽ വേറൊരിടത്തേക്ക് മാറ്റി കൊടുക്കുന്നത്? നമുക്ക് ഈസിയാ ദൈവസന്നിധി നേരെ കർത്താവ് എന്റെ കുഞ്ഞിനെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നേരുന്നു. എന്നാൽ പഴയ നിയമകാലത്ത് അങ്ങനെയല്ല. ദൈവ വേലയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി ഒരാൾ കുഞ്ഞിനെ വേർതിരിച്ചാൽ അവൻ വളരേണ്ടത് പിന്നെ ആലയത്തിലാണ്. ആ ചുറ്റുപാടി വേണം ആ കുഞ്ഞ് വളരാൻ. ഈ അമ്മയുടെ കാഴ്ചപ്പാടൊന്ന് ഓർത്തേ. ആ അമ്മ ദൈവസന്നിധിയിൽ ആ കുഞ്ഞിനെ പ്രാർത്ഥിച്ച് ലഭിച്ചപ്പോൾ, ആ കുഞ്ഞിന്റെ മുലകുടി മാറിയപ്പോഴേ ഹന്ന ദൈവസന്നിധിയിൽ എടുത്ത തീരുമാനം അവൾ ചെയ്തു. അവൾ ആ കുഞ്ഞിനെ ഹല്ലേലൂയ ആലയത്തിൽ കൊണ്ടുപോയി കൊടുത്തു. അവൾ എടുത്ത തീരുമാനം, അവൾ അത് ചെയ്തത് കൊണ്ട് ഉണ്ടായത് എന്താ? ദാൻ മുതൽ ബേർഷേബ വരെ അറിയപ്പെടുന്ന ഒരു പ്രവാചകനായി ശമൂവേൽ തീർന്നു. ദൈവ പൈതലെ, നിങ്ങളുടെ തലമുറയുടെ വിഷയത്തിൽ നിങ്ങൾ ഭാരത്തിലാണോ? എങ്ങനെ പ്രാർത്ഥിച്ചിട്ടും ബന്ധനം അഴിയുന്നില്ലേ? ചില കെട്ടുകളുടെ നടുവിൽ, ചില ബന്ധനങ്ങൾ നടുവിൽ, ചില രോഗത്തിന്റെ നടുവിൽ നീ വിഷമത്തിലാണോ? എത്ര ചികിത്സിച്ചിട്ടും ഭേദമാകുന്നില്ല, പ്രാർത്ഥിച്ചിട്ടും രോഗം മാറുന്നില്ല. അതിന്റെ കാരണം ദൈവസന്നിധിയിൽ എടുത്ത ഏതെങ്കിലും തീരുമാനം നിങ്ങൾ ഹല്ലേലൂയ നിവർത്തിച്ചിട്ടില്ലേ എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കണം. ചിലരുണ്ട് ഡയറിയിൽ അത് എഴുതിയിടുന്നവരുണ്ട്, ചിലർ ബൈബിളിന്റെ പുറകിൽ എഴുതിയിടുന്നവരുണ്ട്. ആകയാൽ ദൈവ പൈതലെ ഒന്ന് റീകളക്ട് ചെയ്യണേ. എവിടെയെങ്കിലും എടുക്കേണ്ട തീരുമാനം എടുത്തിട്ട് അത് നിവൃത്തീകരിക്കാതിരുന്നിട്ടുണ്ടോ? ഉപവസിക്കാമെന്ന് തീരുമാനം എടുത്തിട്ട് ഉപവസിക്കാതിരുന്നിട്ടുണ്ടോ? പലരും പറയുന്ന ഒരു കാര്യമാണ്, അയ്യോ എനിക്ക് ഉപവസിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എന്റെ ഷുഗർ അങ്ങ് പെട്ടെന്ന് ഡൗൺ ആണ്. അയ്യോ എനിക്ക് BP ഉണ്ട്, എനിക്ക് പറ്റത്തില്ല. പക്ഷെ എടുത്ത തീരുമാനം ആരോടാ? ദൈവത്തോട്. ഇവിടെ പറയുന്നത് ഇതാണ്, എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ഭയപ്പെടുത്തുന്ന വചനം. അതിന്റെ അവസാന വാക്കിങ്ങനെ പറഞ്ഞത്, നീയോ ദൈവത്തെ ഭയപ്പെടുക. നമ്മളിൽ നിന്ന് ദൈവഭയം മാറിപ്പോയോ എന്ന് നമ്മൾ ചിന്തിക്കണം. മനുഷ്യരോട് പറയുന്നത് പോലല്ല ദൈവത്തോട് പറയേണ്ട വാക്ക്. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ, നമ്മുടെ ഹൃദയങ്ങളെയും നിനപ്പുകളെയും അറിയുന്ന ദൈവം, നമ്മുടെ സാഹചര്യങ്ങളെ നല്ലതുപോലെ കർത്താവിന് അറിയാം. മനുഷ്യരെ നമ്മൾക്ക് പറഞ്ഞിട്ട് വാക്ക് മാറ്റുവാൻ കഴിയും. എന്നാൽ ദൈവസന്നിധിയിൽ എടുക്കുന്ന തീരുമാനം അത് വിലയേറിയതാ. കർത്താവേ, ഞാൻ ഇത് ചെയ്തു കൊള്ളാം, ഞാൻ ട്രാക്റ്റുമായിട്ട് പൊക്കോളാം, ഞാൻ സുവിശേഷം പറഞ്ഞോളാം എന്ന് ദൈവസന്നിധി തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ആ തീരുമാനം ചെയ്യുക തന്നെ ചെയ്യണം. ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് ചില വ്യക്തി ജീവിതങ്ങളോട് ഇങ്ങനെ പറയുന്നു, നിന്റെ രോഗത്തിന്റെ കിടക്കയിൽ നീ കഷ്ടതയിലായിരുന്നപ്പോൾ, നീ വേദനകളിൽ കൂടെ കടന്നുപോയപ്പോൾ നീ ദൈവസന്നിധിയിൽ എടുത്ത ചില തീരുമാനങ്ങളുണ്ട്. എന്നാൽ ആ തീരുമാനങ്ങൾ പിന്നീട് വന്നപ്പോൾ ചെയ്യുവാൻ കഴിയാതെ വണ്ണം നിന്റെ ജീവിതത്തെ ശത്രുവായവൻ മറവിയിലേക്ക് കൊണ്ടുപോയി അത് മറച്ചു വെച്ചേക്കുക. അത് ഓർത്തെടുക്കുവാൻ പോലും കഴിയാതെ വണ്ണം ആയിരിക്കുന്ന ചില സാഹചര്യങ്ങൾ. എന്നാൽ ആത്മാവിൽ ഇന്ന് രാത്രികാലം നിങ്ങൾ സമർപ്പിക്കുന്നുവെങ്കിൽ, കർത്താവെ തെറ്റുപറ്റിപ്പോയി, ഞാൻ ദൈവസന്നിധിയിൽ എടുത്ത പല തീരുമാനങ്ങളുണ്ട്, എന്റെ ജീവിതത്തിൽ തെറ്റു വന്നുപോയി, എന്നോട് ക്ഷമിക്കണമേ, എന്നെ ഓർമ്മിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം.